ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് പ്രൊഫഷണൽ ജോബ് വഴി നമുക്ക് നമ്മുടെ പിആർലോട്ട് എത്താം, അല്ലെങ്കിൽ നമ്മൾ ഈ സർവൈവൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് ജോബ്സ് അങ്ങനെ ബാക്കിയുള്ള പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ജോബ് വെച്ചിട്ട് നമുക്ക് പിആർ അടിക്കാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെനിയ ടസ്കർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് കമൻറ്റിലും എന്താ പറയുക ഇൻബോക്സിലായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ, ചേട്ടാ ഇവിടെ കാനഡയിൽ വന്നിട്ടും പ്രൊഫഷണൽ ജോലി കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ടോ? കാരണം ഞങ്ങൾ 2018-19 വന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു കാനഡയുടെ അവസ്ഥ. പക്ഷെ ഇപ്പോൾ കാനഡയ്ക്ക് ഒരുപാട് ആഫ്റ്റർ കോവിഡ് കുറച്ചുകൂടി ജോലി സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു, ജോലി സാധ്യതകൾ കുറയണു, അതേപോലെ തന്നെ കോമ്പറ്റീഷനും കൂടുതലാണ്. അതെ, കോമ്പറ്റീഷൻ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ നമ്പേഴ്സ് കൂടി വരുന്നു. അപ്പോൾ ആൾക്കാരുടെ നമ്പേഴ്സ് കൂടി വരുന്നത് കൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കറിയാൻ പറ്റും. ഇത്ര നമ്പർ ഓഫ് ജോബ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ജോബ്സിന് കാലം കൂടുതൽ ഇപ്പോൾ എത്ര 2 times അല്ലെങ്കിൽ 3 times കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്, എസ്പെഷ്യലി നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു ആവശ്യം വന്നു കഴിയുമ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക പേര് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് മെയിനായിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. അതായത് ഇത് റൈറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മിക്ക ആൾക്കാർക്കും ജോലി കിട്ടാത്തതിൻ്റെ ഒരു റീസൺ, ജോലി കിട്ടിയവരെല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചിലപ്പോൾ ലക്ക് കൊണ്ടായിരിക്കാം കിട്ടിയത്. പക്ഷേ ജോലി കിട്ടാത്തതിൻ്റെ ഒരു റീസൺ ഞങ്ങൾക്ക് തോന്നിയത്, ജോലി കിട്ടാത്തതെന്ന് പറയുമ്പോഴേക്കും അതായത് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് 2-3 years ആ ഒരു ടൈമിൽ ഉള്ള കാര്യമാണ് ഞങ്ങൾ പറയണത്. കാരണം അതിനകത്ത് കിട്ടാത്തതിന് മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന ജോബ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ സർവൈവൽ ജോബ്സ് അങ്ങനെയുള്ള ജോബുകളുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് നിന്ന് പോകുന്നത് കൊണ്ടാണ് മെയിൻലി അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ജോബിന് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ നോക്കത്തില്ല. ബിക്കോസ് അവർക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിആറിലോട്ടുള്ള കാര്യങ്ങൾ അവർ അതിനകത്ത് ആ ജോബിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ മാനേജറോ അവരുടെ ടീം ലീഡോ ഒക്കെ ഓഫർ ചെയ്യും. നിങ്ങളിപ്പോൾ ഈ ജോബിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പിആറിലോട്ട് എത്താം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ പിടിച്ചു നിർത്തും. അത് ബേസിക്കലി അവർക്കൊരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ട്രെയിൻ ചെയ്ത് വേറെ ഒരാൾ എടുക്കണം. അപ്പോൾ അതിനേക്കാളും ഒക്കെ ബെസ്റ്റ് എന്താണ്, ഓൾറെഡി ഉള്ള ഒരാൾ അവരുടെ കൂടെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ പറ്റുവാണെങ്കിൽ അവർക്കത് ഗുണമാണ്. കാരണം പിന്നെ വെറുതെ ഹയറിംഗ് കോസ്റ്റ് അങ്ങനെ എക്സ്ട്രാ ചിലവുകളൊന്നും വരില്ല അവർക്ക്. അപ്പോൾ അതിനുവേണ്ടി അവരിങ്ങനെ പിടിച്ചു നിർത്തും. നമ്മൾ ഓരോന്നും പറഞ്ഞു എനിക്ക് തോന്നിയേക്കണം മെയിൻ റീസൺ എന്ന് പറയുമ്പോഴേക്കും, അതായത് നമ്മളിവിടെ വരുന്നത് നമുക്കറിയാം, ഇവിടുത്തെ കാനഡയിലത്തെ റൂട്ട് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ പഠിക്കാൻ വരുന്നു സ്റ്റുഡൻറ്റ് വിസയിൽ നമുക്ക് 20 മണിക്കൂർ വർക്ക് ചെയ്യാനാണ് ലീഗലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിലോട്ട് പോകുന്നു. അപ്പോഴാണ് നമുക്ക് വർക്ക് പെർമിറ്റിലോട്ടുള്ള സ്റ്റാറ്റസിലോട്ട് പോകുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾക്ക് പിആർ കിട്ടുന്നു, പിന്നെ സിറ്റിസൺഷിപ്പ്. ഇതാണ് നോർമലി ഉള്ള റൂട്ട്. പക്ഷേ എന്താ പറ്റണമെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് മിക്ക പിള്ളേരും വരും എന്നുള്ള ഒരു ഫോക്കസ് അല്ല. അതായത് ഇപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സ്, എഞ്ചിനീയറിംഗ് കോഴ്സ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സ്, മെഡിക്കൽ കോഴ്സ്, ഏത് ജോലി ആയിക്കോട്ടെ, നമ്മളിവിടെ വരും, നാട്ടിലൊരു ഓഫർ കിട്ടുമല്ലോ, അത് കിട്ടിക്കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ ഫോക്കസ് മാറിപ്പോണേ. ആ ഫോക്കസ് മാറിപ്പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ നമ്മൾ 20 hours കൂടുതൽ വർക്ക് ചെയ്യുന്നു. അതായത് ഇവിടെ വന്നിട്ട് 30 hours വർക്ക് ചെയ്യുന്നു, 40 hours വർക്ക് ചെയ്യുന്നു. ഇല്ലീഗലിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നത് എന്തിനാന്ന് പോലും മനസ്സിലാവാതെ നമ്മൾ എന്തിൻ്റെ പുറകെയോ നമ്മൾ വർക്ക് ചെയ്യുന്നു. അതെ, നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ 20-24 hours മാത്രം വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുള്ളൂ. എനിക്കൊന്നും ഇപ്പോൾ റീസെന്റ് എന്തോ 30 hours അത് മാറ്റിയായിരുന്നു. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ 20 എന്നുള്ള രീതിയിൽ കൂട്ടാം. നമുക്ക് ഇവിടെ പഠിക്കാനാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഫോക്കസ് ഈ പറഞ്ഞ പോലെ എപ്പോഴും സ്റ്റഡീസ് കഴിഞ്ഞിട്ടുള്ള, ഇപ്പോൾ നമ്മൾ എന്താണോ പഠിക്കാൻ വന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോബിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കോഴ്സ് ഈ 2 years ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്കറിയാം നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ടുള്ള ഫീസ് നമുക്ക് കണ്ട് എത്തണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ ചില പിള്ളേർ പറയാറുണ്ട്, അതായത് ഞങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലോട്ടുള്ള ഫീസിന് വേണ്ടി ഞങ്ങൾ ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ തന്നെ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ വരുമ്പോൾ നാട്ടിൽ നിന്ന് GAC എന്നുള്ളൊരു പൈസ നമ്മൾ കൊടുക്കാറുണ്ട്. അത് നേരത്തെ ഞങ്ങളൊക്കെ വന്ന സമയത്ത് 6 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ അത് 12 ലക്ഷം രൂപയായി. ഈ 12 ലക്ഷം രൂപ നിങ്ങൾ GAC എന്നുള്ള സാധനം നിങ്ങൾ തൊടാതെ ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് അടുത്ത ഫീസ് അടക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ 6 lakhs മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ എന്നാൽ പോലും ഞാൻ പറയുന്നത് 4 മാസം ഇടയ്ക്ക് നിങ്ങൾക്ക് വെക്കേഷൻ, ആ വെക്കേഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫീസ് അടക്കാവുന്ന കാര്യം കാശ് കിട്ടും. പിന്നെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ട്, അതായത് ലക്ഷറിയസ് സ്റ്റൈലിലൊക്കെ ജീവിക്കുന്ന പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്ക് അതായത് വരുമ്പോൾ തന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഒരു ഐഫോൺ കാണുമ്പോൾ ഐഫോൺ, വളരെ കുറച്ച് പേർക്ക് കാർ എടുക്കണം.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എക്സ്ട്രാ നമ്മൾ വരുമ്പോൾ തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വെക്കുമ്പോഴേക്കും നമുക്ക് അത് EMI എല്ലാ മാസം അടക്കേണ്ട വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തന്നെ പുഷ് ചെയ്യണതാണ് ഈ 20 വർക്ക് ചെയ്യാൻ. അപ്പോൾ അത് പറ്റണമെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ അറിയാതെ നമ്മുടെ ഫോക്കസ് മാറിപ്പോയി, നമ്മൾ പാർട്ട് ടൈം ജോബിൻ്റെ ഒരു അടിമ പോലെ നമ്മൾ അതിലോട്ട് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ അപ്പോൾ അതുപോലെ അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര എക്സ്ട്രാ ചിലവുകൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോക്കസ് ഒക്കെ മാറി നമ്മുടെ അതായത് ഇപ്പോൾ 2 ഇയേഴ്സ് അതിൻ്റെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓക്കെ എനിക്ക് ഈ ജോബിലോട്ട് കയറണം, അല്ലെങ്കിൽ ഇതിന് വേണ്ട സർട്ടിഫിക്കേഷൻസ് എടുക്കണം, അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഞാൻ ഇന്ന കോഴ്സും കൂടെ കൂടി അല്ലെങ്കിൽ എക്സ്ട്രാ ഇതും കൂടെ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല പൊസിഷനിലോട്ട് പോകാൻ പറ്റും. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും ടൈമില്ല, ബിക്കോസ് നമ്മൾ ഇതിന് വേണ്ടി തന്നെ ഇങ്ങനെ നടക്കണമുണ്ട്. അതെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന 2 കൊല്ലം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ 20 hours വർക്ക് ചെയ്യുക, അതിന് മുകളിലോട്ടുള്ള അവേഴ്സ് വരുമ്പോൾ നമ്മൾ കൂടുതലും ഈ നമ്മുടെ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഫീൽഡിൽ പെട്ട്, ഇപ്പോൾ അതുകൂടാണ്ട് നമ്മുടെ പ്രൊഫസേഴ്സായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ കോളേജസിലൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ പ്രൊഫസേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അതായത് അവരോട് കുറച്ചൊക്കെ ഫ്രണ്ട്ലി ഒക്കെ ആദ്യം തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ആരും നമ്മൾക്ക് അതെ ഒരിക്കലും അതായത് അവരുമായിട്ട് നല്ലൊരു ബോണ്ടിങ്ങിൽ വരണം. ബോണ്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ മാത്രം എസ്പെഷ്യലി ഇവിടുത്തെ ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എനിക്ക് തോന്നുന്ന റെഫറൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് ഇന്നയാളറിയാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വരുന്ന റെഫറൻസും കാര്യങ്ങളും കൊടുക്കും. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ പൊതുവെ ഓക്കെ അവർക്ക് ആളെ നല്ല രീതിയിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ഒരു റെഫറൻസ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മളത് ബിൽഡ് ചെയ്യുക, നമ്മൾ പ്രൊഫസേഴ്സ് ആയിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യുക, പ്രൊഫഷണൽ കോൺടാക്ട്സ് പുറത്ത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റും ബിൽഡ് ചെയ്യുക, പ്രൊജക്ട്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് പ്രൊജക്ട്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോർഡിനേറ്റർ ആണോ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആണോ, അല്ലെങ്കിൽ ഒരു മെഡിക്കലി ഒരു എന്തെങ്കിലും ഫീൽഡിലാണോ, നമ്മുടെ ഇവിടെ കാനഡയിലുള്ള അതിന് സർട്ടിഫിക്കേഷൻ എന്താണെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇതൊന്നും അറിയാതെ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടല്ല. കാരണം ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് നമ്മൾ നാട്ടിൽ എഞ്ചിനീയർ ആയിരിക്കാം, പക്ഷേ കാനഡയിൽ നമ്മൾ എഞ്ചിനീയർ അല്ല. നാട്ടിൽ ഡോക്ടർ ആയിരിക്കാം, പക്ഷേ നമ്മളിവിടെ കാനഡയിൽ വരുമ്പോൾ ഡോക്ടർ അല്ല. ഇവിടെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, ആ ക്രൈറ്റീരിയ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പൊസിഷനിൽ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഇവിടെ വരുന്നതിനുള്ള ഏത് സ്റ്റുഡൻറ്റും ഇവിടെ വരുന്നതിനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അവർക്ക് PR-ലോട്ടുള്ള ഒരു ഈസി പാത്വേ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ സ്റ്റുഡൻ്റ് ആയിട്ട് സ്റ്റഡി പെർമിറ്റ് എടുത്ത് വരാനുള്ള റീസൺ അതായിരുന്നു. ശരി, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അത് ഇത്ര ഈസി അല്ല, ബിക്കോസ് ഇപ്പോൾ തന്നെ എനിക്ക് തന്നെ 530 540 ഒക്കെയാണ് CRS സ്കോറിൽ വേണ്ടത്. കാരണം അത്രയും പോയിന്റ്സ് അവർ വിളിക്കുന്നത് ഇപ്പോൾ. പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതൊരു ഇമ്പോർട്ടന്റ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് പ്രൊഫഷണൽ ജോബ് വഴി നമുക്ക് നമ്മുടെ PR-ലോട്ട് എത്താം, അല്ലെങ്കിൽ നമ്മൾ ഈ സർവൈവൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് ജോബ്സ് അങ്ങനെ ബാക്കിയുള്ള പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ജോബ് വെച്ചിട്ട് നമ്മൾ മാക്സിമം നമ്മൾ പ്രൊഫഷണൽ ജോബ് കിട്ടി നമ്മൾ PR-ലോട്ട് എത്താൻ നോക്കണം. അത് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നമ്മൾ കോമ്പീറ്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള കൊളീഗ്സ് ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കുറച്ചുകൂടി കൂടുതൽ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലാണ് ഈ പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് കുറച്ചെങ്കിലും നമുക്ക് ചാൻസ് ഉള്ളൂ ഒരു പ്രൊഫഷണൽ ലെവലോട്ട് കിട്ടാനായിട്ട്. അല്ലാതെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ, കാരണം ഒരുപാട് പിള്ളേർ കോമ്പീറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ബേസിക്കായിട്ട് വേറൊരു കാര്യം പറഞ്ഞു, എനിക്ക് കുറച്ച് പേര് റെസ്യൂമേ അയച്ചു തന്നിട്ടുണ്ട്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ റെസ്യൂമേ കണ്ടപ്പോൾ പോലും എനിക്ക് പ്രോപ്പറായിട്ട് ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് സമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഈവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരെയുണ്ട്, ഈവൻ പല അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ. എനിക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ കഴിയുമൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു റെസ്യൂമേ ആണെങ്കിൽ നമ്മൾ കാണുമ്പോൾ അതിനുള്ളൊരു എഫേർട്ട് പോലും കുറേ പിള്ളേർ എടുക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ 2 കൊല്ലം നമ്മൾ പഠിക്കുമ്പോൾ ഈ പാർട്ട് ടൈമിലോട്ടൊക്കെ നമ്മൾ ഒരുപാട് ഒരു റെസ്യൂമേ എങ്ങനെയാണ് ഇവിടെ കനേഡിയൻ ലെവലിൻ്റെ ഒരു ഫോർമാറ്റിലൊരു റെസ്യൂമേ എങ്ങനെ ഉണ്ടാക്കണം, പ്രൊഫഷണൽ ഇതെങ്ങനെ ബിൽഡ് ചെയ്യാൻ, ഇതൊക്കെ നമ്മളൊന്ന് തട്ടിക്കൂട്ടി നമ്മളൊന്ന് പോളിഷ് ചെയ്ത് വെക്കണം. എന്നാലാണ് നമ്മൾ ജോലി ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില സ്റ്റുഡൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഓൾറെഡി പാർട്ട് ടൈമിന് വരാനായിട്ട് പോകുന്ന സ്റ്റുഡൻസ് പോലും നാട്ടിൽ നിന്ന് തന്നെ ഇത് റെസ്യൂമേ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ഇവൻ ഇവിടെ പാർട്ട് ടൈമിന് വരുമ്പോൾ പോലും എനിക്ക് തോന്നുന്നത് റെസ്യൂമേ എല്ലാവർക്കും നമുക്ക് കൊടുക്കണമല്ലോ. ഇപ്പോൾ ഈവൻ പല ഷോപ്സിലൊക്കെ ആണെങ്കിലും ഒക്കെ കൊടുക്കണം. അപ്പോൾ അത് മുതലേ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും അതൊരു എക്സ്പീരിയൻസ് പോലെ തന്നെയാണല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം അന്നേ നമ്മൾ പഠിക്കും സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡുകൾ പഠിക്കും. അത് എസ്പെഷ്യലി നമ്മൾ ഇവിടുത്തെ കോളേജിലോ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലോ നമ്മൾ പഠിക്കാൻ വരുമ്പോൾ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ക്ലാസ് തന്നെ ഉണ്ട്. നമ്മൾ എങ്ങനെ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വീണ്ടും ഞാൻ പറയുന്നു, അതായത് എന്താ പറയുക, നമ്മളിവിടെ വരുന്നത് പഠിക്കാനാണ്, പഠിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി കിട്ടാനാണ്. അതേപോലെ തന്നെ നമുക്ക് ആ നല്ല ജോലി കിട്ടണമെങ്കിൽ എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആ 2 വർഷം നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു പോയിന്റിലോട്ട് എത്തുള്ളൂ. അപ്പോൾ അല്ലാതെ നമ്മൾ അത് എത്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിവിടെ വരുന്നത്
എന്തിനാണ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങൾക്ക് അതിലോട്ട് എക്സൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ 20 hours മുകളിൽ ആവശ്യമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ തന്നെ ഫോക്കസ് മാറി ആർക്കോ വേണ്ടി പോകുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞ് ഞാനിവിടെ നിർത്തണം. അതായത് ഞാൻ ഒരു കൊല്ലം പഠിച്ചതിൻ്റെ രണ്ടാമത്തെ കോഴ്സ് പഠിക്കാനായിട്ട് വേറൊരു കോളേജിൽ പോകണമായിരുന്നു. ഞാൻ ആദ്യം ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഞാനൊരു ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് അവിടുത്തെ മുതലാളി അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിഖിൽ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് PR തരാം, നീ വേറെ അതായത് കോഴ്സ് കഴിഞ്ഞ് ജസ്റ്റ് 1 year കഴിയുമ്പോഴേക്കും PR-നുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാമെന്ന്. അതെ, എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ കോഴ്സാണ് എൻ്റെ ഫീൽഡിന് കുറച്ചും കൂടി ഞാൻ ആദ്യം പഠിച്ച കോഴ്സിനേക്കാൾ നല്ല. അപ്പോൾ എനിക്കൊരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. എനിക്ക് ആദ്യം PR വേണോ, PR ഇയാളൊപ്പം ഇടുന്ന് സർവൈവൽ ജോബ് വെച്ച് കിട്ടണോ, അതോ ഞാൻ രണ്ടാമത്തെ കോഴ്സ് പഠിക്കാൻ പോയി എൻ്റെ ആ ഒരു കോൺഫിഡൻസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ അനാലിസിസ് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഞാനത് ഒരു ഡിസിഷൻ എടുത്തു, ഞാൻ അത് പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഞാൻ അന്ന് പഠിച്ചതാണ് നന്നായത്. കാരണം ഞാൻ ആ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ അതിൽ തന്നെ നിന്നൊരു സൂപ്പർവൈസർ, മാനേജർ എന്ന് പറഞ്ഞൊരു ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് പോയാൽ. കാരണം അതൊരു ചീത്ത ജോലിയായതുകൊണ്ട് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഡിഗ്നിറ്റി ഓഫ് ലേബർ ഉള്ള എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്ട് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ വരുന്നത് എന്തിനാന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രൊഫഷണൽ ജോലി എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ ജോലിയിലോട്ട് കയറാൻ പറ്റിയെന്നും വരില്ല. ഇപ്പൊ ഈവൻ ഞങ്ങൾക്കാണെങ്കിൽ പോലും ഓക്കെ, ഞങ്ങളിപ്പോൾ ഒരു ജോബിൽ നിന്നു, ഓക്കെ നെക്സ്റ്റ് ജോബിലോട്ട് ഇനിയിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട്, ഉണ്ട് കഷ്ടപ്പാടുണ്ട്. കാരണം പണ്ടത്തെ ആ ഒരു മാർക്കറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ കുറച്ച് ടഫാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ട്, നമ്മൾ അതൊക്കെ പിന്നീടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ജോലിക്ക് ചെയ്യുക, ആ 2 കൊല്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. ആ 20 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഈ ടൈം എഫേർട്ട് നിങ്ങൾ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി സമയം കളയുക. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് നിങ്ങൾ 40 മണിക്കൂർ 50 മണിക്കൂർ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബട്ട് ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സണൽ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളൂ. സോ അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ. താങ്ക് യു.